ആർത്തവം അശുദ്ധിയാണോ? ഓ എന്ത് പറ്റി? ബ്ലീഡിങ് ഉണ്ടോ? എന്താ വെച്ചാൽ ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ആകെ ടയേർഡായി. എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ക്ഷീണം അങ്ങനെ കിടന്നു തുടങ്ങിപ്പോയി. ഇത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹാക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പെട്ടെന്ന് വീട് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൃത്തിയാക്കാം. ആർത്തവം അശുദ്ധിയാണോ? ആർത്തവം അശുദ്ധിയാണ് എന്നുള്ള തരത്തിലുള്ള അറിവുകളാണോ വരും തലമുറയ്ക്ക്, അത് ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്ക് നൽകേണ്ടത്? പെൺകുട്ടികൾക്ക് നൽകുന്ന അറിവ് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടെങ്കിലും ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ നൽകേണ്ടതാണ്. ഇതേ സംബന്ധിക്കുന്ന എൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിന് മുമ്പ് നമുക്കൊരു വീഡിയോ കാണാം. സ്ത്രീകളുടെ ക്ഷേത്രത്തിൽ കിടക്കുമ്പോൾ ഈ ആർത്തവ ശുദ്ധി കാണേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാദം ഓരോ സ്ഥലത്ത് ഓരോ വിശ്വാസങ്ങളുണ്ട്, ഓരോ ആചാരങ്ങളുണ്ട്. അത് ഈ അമ്പലം മാത്രമല്ല, എത്ര പേര് വീട്ടിലുണ്ട്. അമ്പലത്തിൽ മാത്രമല്ലല്ലോ, ഒരു വീട്ടിലൊരു പൂജ ഉണ്ട്. ആ പൂജ ആ സമയത്ത് അവർ ചെയ്യൂലല്ലോ, ഇല്ലല്ലോ. അപ്പോൾ അത് ആചാരമാണ്. അതൊക്കെ എത്രയോ കാലം തൊട്ട് അത് ഈ ആചാരത്തിന് സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഇത് വെറുതെ ഒരു അങ്ങനെ പറഞ്ഞു അല്ല. ഈ സമയത്ത് ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാൽക്കട്ടയിലെ ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവർ എക്സ്പെരിമെൻറ്റ്സ് നടത്തി. അവിടെ നടത്തിയപ്പോൾ ഈ ചെടികളുണ്ടല്ലോ, ഈ ചെടികളിൽ കൊച്ചു തിൻ വയറ് വെച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ഇവർ വരുമ്പോൾ ഈ ചെടിക്ക് ഉള്ള നെഗറ്റീവ് ചേഞ്ചാണ് അവിടെ വരുന്നത്. വെള്ളമൊഴിക്കുകയാണെങ്കിൽ അത് പട്ടുപോകുന്നു. ഈ ഒരു വീഡിയോയിലൂടെ ഞാനെന്ന ഒരു സ്ത്രീ, ഞാനെന്ന അമ്മ, ഞാനെന്ന ആരോഗ്യ പരിശീലക നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ആശയമാണ്. അവിടെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി, തീരെ വയ്യ, ഭയങ്കര വയറുവേദന, കുഞ്ഞുങ്ങളൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നു. വീടൊക്കെ വൃത്തിയായി കിടക്കുക. അപ്പൊ ഒന്ന് വീട് വൃത്തിയാക്കിയല്ലോ, അടിച്ചു വാരും ഒക്കെ ചെയ്യണം. കിച്ചണിലൊന്നും ചെയ്തിട്ടില്ല, ബാത്റൂം ഒന്ന് കഴുകണം കേട്ടോ. തീരെ വയ്യ. നല്ല ബ്ലീഡിങ് ഉണ്ട്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എൻ്റെ അവസ്ഥ. എനിക്ക് പീരീഡ്സ് ആണ്, ഹെവി ബ്ലീഡിംഗ് ആണ്. ഇതെൻ്റെ മൂത്ത മോനാണ്, അവൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ടിൻ ഡെലിവറി കഴിഞ്ഞ ശേഷം പീരീഡ്സ് ആവുന്ന സമയങ്ങളിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ടിൻ ഡെലിവറിക്ക് ശേഷം ആർത്തവ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് നേരിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേർക്കൊക്കെ എന്നെക്കുറിച്ച് അറിയായിരിക്കും. കാരണം ടിൻ ഡെലിവറിക്ക് ശേഷമുള്ള എൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേഷൻ തരുന്നത് വഴി. അപ്പോൾ പീരീഡ്സിൻ്റെ സമയത്ത് എൻ്റെ മോൻ എന്നെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നതാണ് ഈ വീഡിയോയിലുടനീളം നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ പോയിന്റിലോട്ട് വരാം. ആർത്തവം അശുദ്ധിയാണോ? ഇത്തരത്തിലുള്ളൊരു മെസ്സേജാണോ വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ട്രോൾ ഫോട്ടോയും കൂടെ കാണാം. ഇത് ജസ്റ്റ് ഒരു ട്രോളല്ല. ഈ ട്രോളിൽ വലിയ ഒരു മെസ്സേജ് ഉണ്ട്. കാരണം ആർത്തവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മലയാളി സമൂഹത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലും പലതരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ. സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആർത്തവമാകുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഈ പറയുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. വളരെ കുറച്ച് ശതമാനം മാത്രമാണ് സയൻറ്റിഫിക്കായിട്ട്, സയൻസ് ബേസായിട്ട് ആ ആർത്തവമാകുന്ന പെൺകുട്ടിക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ അമ്മമാർ കൊടുക്കുന്നത്. കൂടാതെ ആൺകുട്ടികളോട് ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുകയും ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ കൊടുക്കുന്ന അമ്മമാരും വളരെ കുറവാണ്. കാരണം ആൺകുട്ടികൾ ഇതൊന്നും അറിയരുത്, അറിഞ്ഞാൽ നാണക്കേടാണെന്ന് ചിന്തിച്ച് മക്കളെ വളർത്തുന്ന ധാരാളം പാരൻസ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, പെൺകുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതലായി ആൺകുട്ടികൾക്ക് ചെറുപ്പം മുതലേ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആർത്തവത്തിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. സയൻറ്റിഫിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആർത്തവം എന്ന് പറയുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന ശാരീരിക മാനസിക അവസ്ഥകൾ എന്തൊക്കെയാണ്, ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആർത്തവത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ആർത്തവത്തിൽ വരുന്ന ക്രമക്കേടുകൾ ഒരു സ്ത്രീയുടെ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ എങ്ങനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള അറിവുകൾ ആൺകുട്ടികൾക്ക് ചെറുപ്പം മുതലേ നൽകേണ്ടതാണ്. ചെറുപ്പം മുതലേ ആൺകുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവുകൾ കൊടുക്കുക.
തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ സഹോദരി ആർത്തവമാകുന്ന ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ അവർക്ക് ഈ ഒരു സമയത്ത് അമ്മയെയോ സഹോദരിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആൺകുട്ടികളെ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പം അങ്ങനെ വളരുന്ന ഒരു ആൺകുട്ടി നാളെ അവൻ്റെ ജീവിതത്തിലോട്ട് വരുന്ന ഭാര്യയെക്കുറിച്ചും അവന് ഉണ്ടാകാൻ പോകുന്ന പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയെക്കുറിച്ചും അതേപോലെ തന്നെ സമൂഹത്തിലെ ഒരു സ്ത്രീയെക്കുറിച്ചുമൊക്കെ വളരെയധികം കാര്യമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. കാരണം ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോഴും ആർത്തവമാകുമ്പോൾ തൊടാൻ പാടില്ല, കാണാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ ഇമോഷണൽ ബേസ് അല്ലെങ്കിൽ ശാരീരിക മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുടെ അവസ്ഥകൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പല സ്ഥലങ്ങളിലും ഇത്തരം അവസ്ഥകൾ കടന്നു പോകുന്ന സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്കൊക്കെ വേണ്ടത്ര പരിഗണന ആണുങ്ങളിൽ നിന്നും ആൺകുട്ടികളിൽ നിന്നും കിട്ടാറില്ല. PMS സ്റ്റേജ് മുതൽ, അതായത് ആർത്തവം തുടങ്ങുന്നതിന് മുമ്പ് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെയാണ് PMS എന്ന് പറയുന്നത്. ഇത് പീരീഡ്സിന് 1-2 ആഴ്ച മുതൽ തുടങ്ങുന്നതാണ്. ഈ സ്റ്റേജ് മുതൽ ആർത്തവം തുടങ്ങി അവസാനിക്കുന്ന നാളുവരെ പല പുരുഷന്മാരും സ്ത്രീകൾക്ക് വേണ്ടത്ര സ്നേഹവും പരിഗണനയും നൽകാറില്ല. കൂടാതെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള എത്രത്തോളം ബുദ്ധിമുട്ടുകൾ അവർ നേരിടുന്നുണ്ട്, കൂടാതെ അവരുടെ ഇമോഷണൽ ഫീലിങ്സ് മനസ്സിലാക്കാതിരിക്കുക, സ്വഭാവത്തിൽ വരുന്ന പെരുമാറ്റ രീതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇല്ലാതിരിക്കുക. ഇത്തരത്തിൽ പല പുരുഷന്മാരും പെരുമാറാനുള്ള പ്രധാന കാരണം ചെറുപ്പം മുതലേ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ, അറിവുകൾ ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ മോന്, അവന് കൃത്യമായിട്ട് ആ സിറ്റുവേഷൻസ് എന്താണെന്ന് അറിയാം. ഞാൻ അവനെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. ഞാൻ അതിന് യാതൊരു മടിയും കാണിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ആ ബ്ലീഡിങ്ങിൻ്റെ ആ സിറ്റുവേഷൻ, ഞാൻ ഉപയോഗിക്കുന്ന പാഡാണെങ്കിൽ ആ ഒരു പാഡ് എടുത്ത് അതിൻ്റെ ബ്ലഡിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ പറയും, മോനെ ഇതാണ് എൻ്റെ അവസ്ഥ, എനിക്ക് തീരെ വയ്യ, ഇന്ന ബുദ്ധിമുട്ടുകളാണ് എനിക്കുള്ളത്. അപ്പോൾ അവനറിയാം ആ സമയത്ത് ഞാൻ എന്തൊക്കെ നേരിടുന്നുണ്ട്, എനിക്ക് റെസ്റ്റ് വേണമെന്നുള്ളത്. അപ്പോൾ അവൻ എന്നോട് പറയും, മമ്മി കിടന്നോ, ഞാൻ ചെയ്തോളാം എന്നുള്ളത്. ഇപ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളെയും വെച്ച് ഞാൻ ഈ ഒരു അവസ്ഥ കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ തന്നെയാണ്. വീട് മൊത്തം അലങ്കോലമാകുക ഒക്കെ. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന ശേഷമാണ് ആ കുഞ്ഞ് ഇത്തരം ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ മോനാണ്, UKG-യിലാണ് പഠിക്കുന്നത്. അപ്പം എൻ്റെ പാഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആശാന് കുറേ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ബ്ലഡിൻ്റെ സ്റ്റെയിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ഇതെന്താ മമ്മി എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ടുള്ള അറിവുകളാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് നൽകാറ്. ഇത് വാവുമാണ്, മമ്മിക്ക് വയ്യ, ഈ സമയത്ത് മമ്മീനെ കുഞ്ഞ് നോക്കണം, മമ്മിക്ക് ചൂടുള്ള എടുത്ത് തരുമോ, മമ്മിക്ക് വയറുവേദനയുണ്ട്, മമ്മി കിടന്നോട്ടെ, കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ അവന് പകർന്നു കൊടുക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് രാവിലെ പോയിട്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ടേ വീട്ടിലെത്തത്തുള്ളൂ. പിന്നെ എനിക്ക് 4 ആൺകുഞ്ഞുങ്ങളാണ്. അപ്പം എൻ്റെ ഈ അവസ്ഥകൾ എനിക്ക് തുറന്ന് ഷെയർ ചെയ്യാൻ എൻ്റെ മക്കൾ മാത്രമേ ഇപ്പം എൻ്റെ ചുറ്റുവട്ടം ഉള്ളൂ. അപ്പോൾ വലുതാകുമ്പോഴും അവർ ആ ഒരു രീതിയിൽ എന്നെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ ഞാൻ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവുകൾ കൊടുക്കേണ്ടത് വളരെ പ്രാധാന്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ, അതായത് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ധാരാളം ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങളുടെ പ്രാധാന്യം, സീരിയസ്നെസ് എല്ലാവരും മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളെ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന ആർത്തവ ക്രമക്കേടുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. കാരണം ഭാവിയിൽ ഒരുപാട് തരത്തിലുള്ള ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, എക്സാമ്പിൾ PCOD, അതേപോലെ തന്നെ ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് ഒരുപാട് പേരിൽ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ആർത്തവത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അറിവുകൾ ഇല്ലാത്തത് കൊണ്ടും ആർത്തവ ക്രമക്കേടുകൾ കാണുമ്പോൾ അതിന് സീരിയസ്നെസ് കൊടുത്തുകൊണ്ട് സയൻറ്റിഫിക് വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്തതുമാണ്. ആർത്തവമുള്ള സമയത്ത് തൊട്ടാൽ ചെടികൾ വാടും. ആർത്തവമുള്ള സമയത്ത് ആരും കാണാൻ പാടില്ല. ഒറ്റയ്ക്കൊരു റൂമിൽ തനിയെ കിടക്കണം. ആർത്തവമുള്ള സമയത്ത് അടുക്കളയിൽ കയറാൻ പാടില്ല. വീട്ടിലെ മറ്റ് വസ്തുവകളിലൊന്നും തൊടാൻ പാടില്ല. ആർത്തവം അശുദ്ധിയാണ് എന്ന തരത്തിലുള്ള അറിവുകൾ, കാഴ്ചപ്പാടുകൾ പുതിയ തലമുറയ്ക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നൽകുന്നതിനേക്കാൾ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, കാഴ്ചപ്പാടുകൾ നൽകുക. അതായത് ആർത്തവത്തിന് ഒരു സ്ത്രീയുടെ, പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രാധാന്യം എന്താണ്, ആർത്തവ ക്രമക്കേടുകൾ ഒരു സ്ത്രീയുടെ, പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തുന്ന ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായ ബോധവൽക്കരണം നടത്തുക. കൂടുതൽ അറിവിലേക്കായി കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ യഥാർത്ഥ ഭാഗങ്ങൾ കാണാം. ആദിയുടെ സെൽഫ് ഇൻട്രോ ഒക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. എന്ത് പറ്റി? ബ്ലീഡിംഗ് ഉണ്ടോ? ഇല്ല, കുറച്ചും കൂടി ഉണ്ട്.
ഓയ് ചോട്ട് ഫോൺ നോക്കിയിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യണ്ടേ? ചോട്ട് എന്താ ഹെൽപ്പ് ചെയ്യാത്ത? അത് ആദ്യം എന്നെ ആ പുളിയുള്ള സാധനം തരാത്ത. അപ്പൊ ആദ്യം എനിക്ക് പുളി തന്ന് ഞാൻ എടുത്താക്കും. കൊടുത്താപ്പോ എന്താടാ പുളിയുള്ള മുന്തിരി. മുന്തിരിയാണ് വേണ്ടത്. എന്താ പുളി വേണം എന്ന് പറഞ്ഞു. എന്ത് സാധനം നിൽക്കാറില്ല. ആ മുന്തിരി പുളി. മുന്തിരി ഞാൻ കാണിച്ചു തന്നപ്പോൾ അവിടെ ദിവാൻ ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുണി മടക്കി നമുക്ക് അവസാനം ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ചെയ്ത സമയം ഇഷ്ടംപോലെ പോകും. ഇപ്പം തന്നെ സമയം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? കണ്ടോ 9:56 ആയി. എന്താ വെച്ചാൽ ഞാൻ സ്കൂൾ വിട്ടതിന് ശേഷം ഞാൻ ആകെ ടയേർഡായി. എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ വന്നപ്പോൾ തന്നെ ക്ഷീണം അങ്ങനെ കിടന്നു തുടങ്ങിപ്പോയി. വിളിച്ചപ്പോൾ ഒരു 7 മണി സംതിങ് ആ ഒരു ടൈമിലേക്ക്. അപ്പോൾ കുറച്ച് വൈകി. അപ്പം എല്ലാം പണി കഴിഞ്ഞിട്ട് നമുക്ക് തുണി മടക്കാം. മേ ബി പപ്പേനെയും കൂടെ ഞാൻ കൂട്ടും. പപ്പ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ മിക്കവാറും പപ്പേനെയും കൂടെ കൂട്ടിയിട്ട് തുണി മടക്കും. ഓക്കെ, ഇവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വരുന്നത് ഇങ്ങോട്ടാണ്, റൂമിലോട്ട്. റൂം ഫുൾ അടിപൊളിയാണ്. അലങ്കോലത്തിൻ്റെയോ അലങ്കോലം. ഇവിടെ ദാ ഒരാൾ കിടക്കുന്നു. എങ്ങനെയുണ്ട്? അപ്പം നമുക്ക് നേരെ ഇവിടെ വൃത്തിയാക്കാം. ഫൈനലി ഈ റൂം അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. മമ്മി നല്ല ഉറക്കത്തിൽ. പൊന്നോ, ആക്ടിങ്, കമോൺ ഫേസ്. ഹലോ, അപ്പോൾ നമ്മൾ വീട് ക്ലീൻ ചെയ്യാൻ പോകുകയാണ്. ഞാൻ വീട് ക്ലീൻ ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഞാൻ അധികം സംസാരിക്കണില്ല, വീഡിയോ അധികം ലാഗ് ആക്കണില്ല. അതിനുവേണ്ടി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ വീഡിയോ കൂടെ നിങ്ങൾക്കൊരു ഹാക്കും പഠിക്കാം. ഹാക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഈസി ഹാക്കാണ്. എങ്ങനെയാണ് വീട് പെട്ടെന്ന് ക്ലീൻ ആക്കാം എളുപ്പപ്പണിയോടെ. അപ്പോൾ ഈ വീഡിയോ കൂടെ എളുപ്പപ്പണി ഹാക്ക്, അതാണ് ഹാക്കിൻ്റെ പേര്, എളുപ്പപ്പണി ഹാക്ക്. ആ ഹാക്ക് നിങ്ങൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഇത് കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഹാക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പെട്ടെന്ന് വീട് പെട്ടെന്ന് വൃത്തിയാക്കാം. ആ ഹാക്ക് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹലോ, അതിൻ്റെ ഇടയിൽ ഒരാൾ തുറച്ചോണ്ടിരിക്കുക. റൂമിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ. പറ്റോ കുഞ്ഞു തുടയ്ക്കാൻ? ആ എന്താ പൊന്ന്. ഓ come on, yes. Good. മതി ഓക്കെ, മതി കഴിഞ്ഞോ?